അയോധ്യ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ ഇക്ബാൽ അൻസാരിക്ക് ക്ഷണം. കേസിലെ മുസ്ലിം കക്ഷിയായിരുന്നു ഇക്ബാൽ അൻസാരി. 2020 നടന്ന ഭൂമി പൂജയിലും അൻസാരി പങ്കെടുത്തിരുന്നു. ഗൗതം ചേരുന്നു. ഗൗതം, വിവരങ്ങൾ. രോഹിണി, ഇക്ബാൽ അൻസാരി അയോധ്യ രാമജന്മഭൂമി കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം കക്ഷികളിൽ ഒരാളാണ്. നേരത്തെ ഇക്ബാൽ അൻസാരിയുടെ പിതാവായിരുന്നു ഈ മസ്ജിദുമായി ബന്ധപ്പെട്ട് കക്ഷി ചേരുകയും അയോധ്യ രാമജന്മഭൂമി കേസിൻ്റെ മുസ്ലിം പക്ഷത്ത് നിന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി. എന്തായാലും 2016 ഇദ്ദേഹം മരിച്ചതോടെ മകൻ ഇക്ബാൽ അൻസാരി പിന്നീട് കേസിൻ്റെ ഭാഗമായി കോടതികളിലേക്ക് എത്തി. പക്ഷേ 2019 സുപ്രീം കോടതി വിധി നമുക്കറിയാം. രാമജന്മഭൂമിയിൽ രാമക്ഷേത്രത്തിന് അനുകൂലമാവുകയും ഹിന്ദുക്കൾക്ക് ആ ഭൂമി വിട്ടു നൽകണം എന്നത് സംബന്ധിച്ചായിരുന്നു. അന്ന് മുതൽ അൻസാരി ആ വിധിയെ അംഗീകരിച്ചിരുന്നു എന്നതാണ് വളരെ ശ്രദ്ധേയം. മാതൃകാപരമായ പല പ്രസ്താവനകളും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി. ഒടുവിൽ 2020 ഓഗസ്റ്റ് 5 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അയോധ്യയിൽ നടന്ന ഭൂമി പൂജയിൽ ഇദ്ദേഹം പങ്കെടുത്തിരുന്നു. അടുത്തിടെ പ്രധാനമന്ത്രി അയോധ്യയിൽ റോഡ് ഷോ നടത്തുമ്പോഴും ഇക്ബാൽ അൻസാരി പൂക്കൾ എറിഞ്ഞുകൊണ്ട് ഭാരത് മാതാ കി ജയ് വിളിക്കുകയും ജയ് ശ്രീറാം മുഴക്കുകയും ഒക്കെ ചെയ്യുന്ന വീഡിയോ ദൃശ്യങ്ങൾ വളരെയധികം വൈറലായി. ഇതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ഇദ്ദേഹത്തിനെ 22-ന് നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ക്ഷണിച്ചുകൊണ്ടുള്ള കത്ത് ഔദ്യോഗികമായി കൈമാറിയത്. രോഹിത്.